ഹലോ, വെൽക്കം ബാക്ക് ടു ഫിലിം ഫാൻസ് മീഡിയ. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ കുറച്ച് പ്രൊഫഷണൽ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് ഡിലേ ആവും. അപ്പോൾ നമ്മൾ ഇന്ന് ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ കൂലി, രജനീകാന്ത് ലോകേഷ് കനകരാജ് കോമ്പിനേഷനിൽ ഇറങ്ങിയ കൂലിയുടെ റിവ്യൂ ആണ്. പടം കണ്ടതിന് ശേഷം കുറച്ച് ദിവസം 2 ദിവസം മുന്നേ കണ്ടതാണ്. ഇപ്പോഴാണ് അത് റിവ്യൂ ചെയ്യാൻ സാധിച്ചത്. ഫസ്റ്റ് ഡേ പോയി കണ്ടു. പടത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് പടം തന്നു. ഓവർ ഹൈപ്പ്ഡ് ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം രജനീകാന്തിന് സൂപ്പർ സ്റ്റാർ ഫാക്ടർ ഒഴിവാക്കിയിട്ട് ലോകേഷ് കനകരാജ് എന്നൊരു ബ്രില്യൻ ഫിലിം മേക്കറുടെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റിലെ പടം, അതൊരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട വലിയ സ്റ്റാർ കാസ്റ്റ്, ബിഗ് ബഡ്ജറ്റ് ഒന്നും എന്താ പറയുക, ബിഗ് ബഡ്ജറ്റിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബേസ്ഡ് സാലറി ബേസ്ഡ് ഒക്കെ ആയിട്ട് അത് വേരി ചെയ്യും. പക്ഷെ ബജറ്റല്ല, ലോകേഷ് കനകരാജ് എന്നൊരു ബ്രില്യൻ ഫിലിം മേക്കറുടെ ഒരു ക്രാഫ്റ്റ് നമ്മൾ ഇതല്ല പ്രതീക്ഷിച്ചത്. അതിന് വലിയ സ്റ്റാർ കാസ്റ്റും അതിൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് കൂടുതൽ എന്താ പറയുക, കൂടുതൽ പ്രതീക്ഷയ്ക്ക് കാരണം വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയാണ്. മലയാളത്തിൽ നിന്നായാലും സൗബിനുണ്ട്, പിന്നെ നാഗാർജുന, രജനീകാന്ത് ഓൾറെഡി രജനീകാന്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്റ്റൈലിഷ് ക്യാരക്ടറാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ഹൈപ്പ് നമുക്ക് കിട്ടി. പിന്നെ അമീർ ഖാൻ്റെ ഒരു കാമിയോ ഉണ്ടെന്ന് ഓൾറെഡി അവർ സ്ഥിരീകരിച്ചു, പോസ്റ്റേഴ്സൊക്കെ ഇറങ്ങി. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ ഇതൊരു വൻ പ്രതീക്ഷയുള്ളൊരു പടമായിരുന്നു. ഈ വർഷം കോളിവുഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റിലീസ് ആയിട്ട് റിലീസായ കൂലി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു സ്റ്റാർ കാസ്റ്റ്, ആ ഒരു ഹൈപ്പിനോട് അത്രയും ഒരു നീതി പുലർത്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ ഒരു സ്റ്റോറി ബേസ് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും ഒരു കൺവിൻസിങ് ആവാത്ത പോലെ, പിന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയി അതിനൊരു എൻഡിങ് ഉണ്ട്. എന്നാലും അതൊരു എന്താ പറയുക, സ്റ്റാൻഡേർഡ് മൂവിയാണ്. മറ്റു LCU ബേസ്ഡ് കണക്ഷൻസ് ഒന്നും ഇല്ല എങ്കിലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസപ്പോയിൻമെൻ്റ് ആണ് ഉണ്ടായത്. പിന്നെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ രജനീകാന്ത് ആസ് യൂഷ്വൽ അദ്ദേഹം ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ്. മാസ് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കഥ തന്നെ അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ഇട്ടിട്ടുണ്ട്, കംപ്ലീറ്റ് ഔട്ട്പുട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് സൗബിനെ സംബന്ധിച്ചിടത്തോളം ട്രെയിലേഴ്സൊക്കെ കണ്ടപ്പോൾ ഒരു പ്രധാനപ്പെട്ട റോളാണെന്ന് അറിയാം. എന്നാലും ഫസ്റ്റ് മുതൽ ക്ലൈമാക്സ് വരെയും വളരെ ഒരു കീ റോളായിട്ട് ദയാൽ എന്നൊരു ക്യാരക്ടർ, സൗബിൻ്റെ ക്യാരക്ടർ ഉണ്ട്. അത് അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓൾറെഡി ഞാൻ എന്താ പറയുക, ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ കട്ടായി പോവാം അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണെന്ന് ചോദിച്ചു. പക്ഷെ പടം ത്രൂ ഔട്ട് സൗബിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. പിന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് നാഗാർജുൻ്റെ സൈമൺ എന്നൊരു ക്യാരക്ടർ, അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും കഥയിലെ പോരായ്മകളൊക്കെ ഉണ്ട്. ക്യാരക്ടറൈസേഷനിലൊക്കെ കുറച്ച് ഇത് വരുന്നുണ്ട്, സീൻ ബൈ സീൻസ് ആയാലും. പക്ഷെ നാഗാർജുന എന്ന ആ ആക്ടറായൊരു സൈമൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് പുൾ ഓഫ് ചെയ്തിരിക്കുന്ന രീതിയുണ്ട്. കിട്ടില്ല, അബ്സല്യൂട്ട്. കാരണം എനിക്ക് പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് നാഗാർജുൻ്റെ സൈമൺ എന്ന് പറയുന്ന ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡത്തിന് ഒരു ഇതും തെറ്റാത്ത ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം. പിന്നെ ഉപേന്ദ്രയ്ക്ക് അത്ര സ്ക്രീൻ ടൈം ഇല്ല. 2 സീനിൽ വരുന്ന ക്ലൈമാക്സ് ആക്ഷൻസിലും പിന്നെ അതിന് മുന്നിലൊരു 2 ഫൈറ്റിലൊക്കെയാണ് വരുന്നത്. പക്ഷേ ഉപേന്ദ്ര എന്നൊരു സ്റ്റാറിനെ വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപേന്ദ്ര എന്നൊരു ആക്ടറെയും അതിൽ ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ആക്ഷൻ, ഒരു മാസ്ക്, ആ ഒരു ക്യാരക്ടറിന് ബിൽഡപ്പ് ഒക്കെ ഉണ്ട് എന്നല്ല,
നരേഷനിലല്ല, സീൻ ബൈ സീനിലായ ഒരു ബിൽഡപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും ജയിലറിൽ നമ്മൾ ശിവരാജ് കുമാറിനെ കൊണ്ടുവന്നൊരു രീതിയുണ്ട്, ഒരു പ്രസൻറ്റ് ചെയ്ത ഒരു രീതിയുണ്ട്, അത്രയും എനിക്കൊരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഇത് പലരും പറയുന്നൊരു എന്താ പറയുക, നമ്മൾ സാധാ രീതിയിൽ കണ്ടാൽ സാധാ രീതിയിൽ മറ്റൊരു വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലാതെ രജനീകാന്തിനും വെച്ചൊരു നോർമൽ പടമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഓക്കെ ആയിരുന്നു. ബട്ട് ഇപ്പോൾ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷ, വലിയൊരു സ്റ്റാർ കാസ്റ്റിൽ നമ്മൾ അതിലേക്ക് ഇൻവോൾവ്മെൻറ്റ്, അതിലെന്താ പറയുക, അതിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷ വെച്ച് പോയപ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയുണ്ടായത്. പെർഫോമൻസിൽ എനിക്ക് അത് നാഗാർജുന, പിന്നെ ഇത് സ്ക്രീൻ പ്ലേ ആയാലും വളരെ ഒരു വീക്കായിട്ട് എനിക്ക് തോന്നി. ബ്രിജാന്ത് ലോകേഷ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്തൊരു പടമാണ്, പക്ഷെ അതിനുള്ളതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ മുന്നേ ഉള്ള കൈദി ആയാലും ലിയോ ആയാലും മാസ്റ്റർ, മാനഗർ, ഇതൊക്കെ കണ്ട് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ കൂലിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലോകേഷ് കനകരാജിൻ്റെ അടുത്തുനിന്ന് ഒരു ഹൈപ്പിനനുസരിച്ച് കിട്ടിയില്ല എന്ന് തോന്നുന്നു. പിന്നെ എടുത്തു പറയേണ്ടത്, നമ്മളെ ലിയോ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വീക്കാണ് കൂലി. ലിയോൻ്റെ കേസിൽ പറഞ്ഞാൽ ലിയോ എന്ന് പറഞ്ഞാൽ പക്ക തിയേറ്റർ മെറ്റീരിയൽ. ലിയോൻ്റെ ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫിലെ മേക്കിംഗ് ഒന്നും ഒരു രക്ഷയില്ലാതെ കൊടുത്തിട്ടുണ്ട്. അത്രയും ഒരു മേക്കിംഗ് ക്വാളിറ്റി എനിക്കിതിൽ ഫീൽ ചെയ്തില്ല, കൂലിയിൽ ഫീൽ ചെയ്തിട്ടേ ഇല്ല. നമുക്ക് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്താ പറയുക, ലിയോ ഒക്കെ ഒരു റിപ്പീറ്റ് വാച്ച് നമുക്ക് തരുന്നുണ്ട്. ലിയോ ആയാലും കൈദി ആയാലും മാസ്റ്റർ, അങ്ങനെ ലോകേഷിൻ്റെ പല പടങ്ങളും നമുക്കൊരു റിപ്പീറ്റ് വാച്ച് വരുന്നുണ്ട്. പക്ഷേ കൂലിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി തിയേറ്റർ വിട്ടുപോയപ്പോൾ ഒരു സീനും ഒരു ഫേവറേറ്റ് ആയില്ല. ഈ പടം രണ്ടാമത് റിപ്പീറ്റ് വാച്ചിനില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലിയോയൊക്കെ സംബന്ധിച്ചിടത്തോളം ലിയോയൊക്കെ നമ്മൾ പല ഭാഗങ്ങളും റിപ്പീറ്റ് അടിച്ച് കാണും. ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും ആ ഒരു BGM, ഇതൊക്കെ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് പ്രേക്ഷകന് ഒരു ഇതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതാണ് എനിക്ക് കൂലിയെ സംബന്ധിച്ച് പറയാനുള്ളത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പല ആൾക്കാരും ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഓവർ ഹൈപ്ഡായിട്ട് പോയത് കൊണ്ടുള്ള കുഴപ്പമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു തീമിൽ രജനീകാന്തിനെ പോലെ ഒരു സ്റ്റാറിനെ കിട്ടിയിട്ട് അതിൻ്റെ മാക്സിമമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു കാഷ്വലായിട്ടൊരു പടം ഉള്ള രീതിയിൽ എനിക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റും. പിന്നെ രജനീകാന്തിൻ്റെ തന്നെ ജയിലറിനായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലോ ആണ് പടം. ജയിലറിലൊക്കെ രജനീകാന്തിനെ എങ്ങനെ രജനീകാന്തിൻ്റെ സ്റ്റാറിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, സീൻ ബൈ സീൻ ആയാലും എങ്ങനെ ഈ ഒരു ഏജ് ആയിട്ടുള്ളൊരു സ്റ്റാറിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് നെൽസൺ അടിപൊളിയായിട്ട് അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജയിലറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഒരുപാടത്തെ മറ്റൊരു കമ്പയർ ചെയ്യുന്നത് വലിയൊരു അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം എല്ലാം ഡിഫറെൻ്റാണ്, ഓരോ ആംഗിളിൽ നോക്കുമ്പോൾ എല്ലാം ഡിഫറെൻറ്റ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കൂലി എന്നുള്ള പടം ഒരു നിരാശയായിരുന്നു. നമുക്ക് തിയേറ്റർ വാച്ച് ചെയ്ത് വൺ ടൈം ഇങ്ങനെ നമുക്കൊന്ന് കണ്ട്, അപ്പോൾ നമ്മൾ ഒരു സീനും ഫേവറേറ്റ് ആവില്ല. എനിക്ക് ഫേവറേറ്റ് ആയില്ല, റിപ്പീറ്റ് രണ്ടാമത് വാച്ച് ചെയ്യാൻ തോന്നുന്നില്ല. അത് ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം, എന്താണെന്നറിയില്ല. പക്ഷേ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു കുറച്ചും കൂടി സീൻസ് ആയാലും സ്റ്റോറി ബേസ്ഡ് ആയാലും. സ്റ്റോറിയൊക്കെ പല സ്ഥലത്തും ലോജിക്കില്ലാതെ പോകുന്ന, ഒരു ഒഴുക്കി മട്ടിലിങ്ങനെ പോകുന്ന പോലെയൊക്കെ തോന്നും. ഓക്കെ, നമുക്കിനി അടുത്ത ലോകേഷിൻ്റെ നെക്സ്റ്റ് പ്രോജക്ട്സിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പടം കൊണ്ട് മാത്രം ലോകേഷ് എന്നൊരു ക്രാഫ്റ്റ്മാനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയാലും ഡയറക്ഷൻ ആയാലും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത് വരാൻ പോകുന്ന കൈദി 2 ആണ്. നമുക്കത് നോക്കാം. കൈദി 2-ലൊക്കെ നമുക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, നല്ലൊരു സിനിമാനുഭവം കിട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.